സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. 1.5 പതിറ്റാണ്ടിനിടെ മെക്സിക്കോ സിറ്റിയിൽ ഗർഭചിത്രത്തിന് ഇരയായത് 8,64,750 കുഞ്ഞുങ്ങൾ. മെക്സിക്കോ സിറ്റി 2007 മുതൽ മെക്സിക്കോ സിറ്റിയിൽ മാത്രം 8,64,750 കുഞ്ഞുങ്ങൾ ഗർഭചിത്രത്തിന് ഇരയായതായി റിപ്പോർട്ട്. ഗർഭാവസ്ഥയിലുള്ളവരുടെ ജീവനെക്കുറിച്ച് മെക്സിക്കൻ തലസ്ഥാനത്ത് നിന്ന് പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടിലാണ് ഈ കണക്കെന്ന് പ്രോലൈഫ് പ്രവർത്തകർ രേഖപ്പെടുത്തി. 2018 മുതൽ 2024 വരെയുള്ള വെറും 6 വർഷത്തിനുള്ളിൽ 9 സംസ്ഥാനങ്ങളിൽ ഗർഭാവസ്ഥയുടെ 12 ആഴ്ച വരെ ഗർഭചിത്രം കുറ്റകരമല്ലാതാക്കുന്ന നിയമം പാസാക്കിയിരുന്നു. 2007 ഏപ്രിൽ ഗർഭാവസ്ഥയുടെ 12 ആഴ്ചകൾ വരെ ഭ്രൂണഹത്യ നടത്തുന്നത് ക്രിമിനൽ കുറ്റമല്ലാതാക്കി ഗർഭചിത്രത്തിന് വാതിലുകൾ തുറന്ന ആദ്യത്തെ ഫെഡറൽ ഭരണകൂടമാണ് മെക്സിക്കോ സിറ്റിയിലേത്. 9 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുവാൻ അനുവദിച്ച ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി പ്രോലൈഫ് സംഘടനകൾ രംഗത്തു വന്നിട്ടുണ്ട്. ഗർഭചിത്രം ഒരു അവകാശമല്ല എന്ന ക്യാപ്ഷനിൽ ചേരാൻ പ്രോലൈഫ് സംഘടനകൾ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ക്യാമ്പയിനിൽ ഇതിനകം 9,000-ലധികം പേർ ഒപ്പിട്ടിട്ടുണ്ട്. നിയമസഭാംഗങ്ങൾ ജീവൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആയിരക്കണക്കിന് മെക്സിക്കൻ ജനതയുടെ ശബ്ദവും ഇച്ഛാശക്തിയുമാണ് ഈ ഒപ്പിട്ടവരെന്ന് പ്രോലൈഫ് സന്നദ്ധ പ്രവർത്തകരായ ആൻഡ്രിയാൻ മാർട്ടഗോൺ പറഞ്ഞു. സിഗ്നേച്ചർ കളക്ഷൻ പ്ലാറ്റ്ഫോം, ആക്ടിവേറ്റ്, സിവിൽ അസോസിയേഷൻ, സ്റ്റെപ്പ് ഫോർ ലൈഫ് എന്നീ സംഘടനകൾ എല്ലാ വർഷവും മെക്സിക്കൽ തലസ്ഥാനത്ത് ജീവനു വേണ്ടി മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സെപ്റ്റംബർ 26 മെക്സിക്കോ സിറ്റി ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മുന്നിൽ സംഘടനകൾ പ്രകടനം നടത്തിയിരുന്നു. കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായ മെക്സിക്കോയിൽ വർദ്ധിച്ചു വരുന്ന ഭ്രൂണഹത്യയിൽ സഭാ നേതൃത്വം നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.